കണ്ണൂർ KPCC അധ്യക്ഷൻ പുറത്തുവിട്ട വയനാട് ചൂരൽമല മുണ്ടക്കൈ ഫണ്ട് പിരിച്ചതിന്റെ കണക്ക് വിശ്വസിക്കാനാവില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കണ്ണൂർ അഴീക്കോട് മന്ദിരത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു മുണ്ടക്കൈയിലേത്. ആ വൈകാരികത മുതലെടുത്താണ് കോൺഗ്രസ് ഫണ്ട് പിരിവ് നടത്തിയത്. പിരിച്ച പണം മുഴുവനായി കണക്കിൽ കാണിച്ചുവോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആക്രിപ്പെറുക്കിയും മറ്റും DYFI 20 കോടിയാണ് സ്വരൂപിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തു. ദുരന്തം നടന്ന് 4 ദിവസത്തിന് ശേഷമാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ തയ്യാറായത്. പിന്നീടത് KPCC വീട് നിർമ്മിക്കുന്നതിലേക്ക് നൽകുമെന്ന് പറഞ്ഞു. DYFI 20 കോടി പിരിച്ചെങ്കിൽ KPCCക്ക് അതിലേറെ പിരിക്കാൻ കഴിയും. യൂത്ത് കോൺഗ്രസ് മൊബൈൽ ആപ്പ് വഴി പിരിച്ച പണത്തിന്റെ കണക്ക് പോലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഫണ്ട് പിരിച്ചത്. അത് ഏതൊക്കെയോ വഴി പോയി. ഇലക്ഷൻ പ്രചരണത്തിന് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ഈ ഫണ്ട് തന്നെയാണെന്നും KK രാഗേഷ് പറഞ്ഞു. പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് CPM ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലെ പണത്തിന്റെ കണക്കാണ്. ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണെന്നും KK രാഗേഷ് പറഞ്ഞു. അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ സംഭവമാക്കി മാറ്റുന്നത്. ഞങ്ങൾ നേരത്തെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വയനാട് ഫണ്ട് വെട്ടിപ്പ് നടത്തിയ കോൺഗ്രസിനൊപ്പമാണ് V കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ. അദ്ദേഹം കണക്ക് ചോദിക്കേണ്ടത് KPCC അധ്യക്ഷനോടാണെന്നും പണം ട്രാൻസ്ഫർ ചെയ്തത് 40 ലക്ഷം രൂപ പലിശ എടുത്തു എന്നുള്ളത് വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത് അതിലേക്ക് അപ്പാടെ വ്യാജപ്രചരണം കള്ളപ്രചരണം കള്ളമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? അയാൾ ഫേസ്ബുക്ക് വഴി കൊടുത്തു എന്ന് പറയുന്ന അക്കൗണ്ട് ഏത് അക്കൗണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് നിങ്ങളെയും കൊടുക്കൂലേ, ഞങ്ങൾ പറയപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ കൊടുക്കുക. ഏത് അക്കൗണ്ട് അത്? ആ അക്കൗണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? അതെന്താ അതിനെ കുറിച്ചല്ലേ നിങ്ങൾ ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തത്? നിങ്ങൾ ഏഷ്യാനെറ്റിലെ കൊടുത്തത്. 40 ലക്ഷത്തിൽ 25 ലക്ഷം നിങ്ങൾ അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ മതി. ആ പുസ്തകത്തിൽ എല്ലാം ഉണ്ട്. ആ പുസ്തകത്തിൽ പറയാതെ കുറേ കാര്യങ്ങൾ ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കൊന്നും കുഞ്ഞികൃഷ്ണനോട് ഇനി പറയേണ്ട കാര്യമില്ല. കുഞ്ഞികൃഷ്ണൻ പാർട്ടിന്റെ ഭാഗമല്ല. കുഞ്ഞികൃഷ്ണൻ കണക്ക് നേരെ KPCCയുടെ പ്രസിഡന്റിനോട് ചോദിക്കുക. വയനാട് ഫണ്ടിൽ പിരിച്ച പണം ഇവിടെ നിന്ന് അവിടെ പോയി ചോദിക്കുക. ആ ഫണ്ടിന്റെ പങ്ക് പറ്റിയിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ, ആ പങ്ക് പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കുഞ്ഞികൃഷ്ണൻ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. കുഞ്ഞികൃഷ്ണൻ അതിനുള്ള അർഹതയില്ല. മനസ്സിലായില്ലേ? പയ്യന്നൂരിൽ ഉണ്ടായതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം വർഗവഞ്ചകരെയും ചതിയന്മാരെയും പൊറപ്പിക്കുന്ന മണ്ണല്ല പയ്യന്നൂരിന്റെ മണ്ണ്. അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് മനസ്സിലാവും. എന്തുകൊണ്ട് ഈ അവസാന സമയമാകുമ്പോഴത്തേക്ക് ഈ വ്യാജ ആധാർ കാർഡ് നിർമ്മാണം അങ്ങനെയുള്ള കള്ളവോട്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണല്ലോ പറയുന്നത്. അതിന്റെ കാരണം എന്താ? അതായത് ആദ്യം പാർട്ടിക്കെതിരായിട്ട് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, നേരത്തെ നിങ്ങളോട് സംസാരിച്ചാണ്. TA വസൂലൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിനോട് നേരത്തെ ഉണ്ടായിട്ടുള്ള പക, ആ പക മൂത്തപ്പോ ആ പക പാർട്ടി അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. കാരണം പാർട്ടിക്ക് വസ്തുതയെ നോക്കാൻ പറ്റും. കണക്കുമായി പുറപ്പെട്ടപ്പോ പാർട്ടി പരിശോധിച്ച സമയത്ത് കുഞ്ഞികൃഷ്ണൻ പറയുന്ന കണക്കും വസ്തുതയും തമ്മിൽ പൊരുത്തമില്ല എന്ന് കണ്ടപ്പോ കുഞ്ഞികൃഷ്ണന്റെ വാദം ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് കണ്ടപ്പോ അവസാനമായിട്ട് പാർട്ടി പ്രവർത്തകനായിട്ട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ വന്ന് വർക്ക് ചെയ്തു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ആ പക ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുരി എങ്ങനെ ചെയ്യപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണ് വന്ന് രംഗത്തെത്തിയത്. എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട്, പാർട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ രംഗത്തെത്തി. ഇങ്ങനെ നുണപ്രചരണം നടത്തി കഴിഞ്ഞാൽ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും, പാർട്ടി ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ചിന്തിച്ചത്. പക്ഷെ സാധിക്കുന്നില്ല. അവസാനം നേരെ പോയിട്ട് UDF അഭയം പ്രാപിച്ചു. സുധാകരന്റെയും രാഹുൽ ഗാന്ധിയുടെയും കാല് പിടിച്ചു. UDFന്റെ പ്രചാരകനായി മാറി. രണ്ട് സ്ഥലത്തും SDP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ആ വോട്ടുകൾ LDF പ്രതീക്ഷിക്കുന്നു. അതില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തീരുമാനിച്ചത്, LDF തീരുമാനിച്ചത് എല്ലാ വീട്ടിലും പോകും, ഞങ്ങൾ എല്ലാവരോടും കൂട്ടി. അത് ആർക്കെങ്കിലും എന്താ ബ്രാൻഡ് ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കില്ല. BJP അനുഭാവികളുടെ വീട്ടിൽ ഞങ്ങൾ പോകും, SDP അനുഭാവികളുടെ വീട്ടിലും പോകും, കോൺഗ്രസ് അനുഭാവികളുടെ വീട്ടിലും പോകും, ലീഗ് അനുഭാവികളുടെ വീട്ടിലും പോകും, എല്ലാവരുടെയും വീട്ടിലും. ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് കേരളം കഴിഞ്ഞ 10 വർഷം വികസിത കേരളമാക്കി
സമാനതകളില്ലാത്ത വികസനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും കാണാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ നിങ്ങൾ തൊട്ടടുത്ത് കർണാടക നോക്കിക്കോ, ഏതാണ്ട് 70-ലേറെ കലാപങ്ങൾ ഉണ്ടായില്ലേ കർണാടകയിൽ, അല്ലേ? 74 കലാപങ്ങളുടെ കണക്ക്. അപ്പം 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ അസ്വാസ്ഥ്യം പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ കാത്തുരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും പറയും, വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് എല്ലാ വീട്ടിലും ഞങ്ങൾ പറയും. വർഗീയവാദികളുടെ അതില് ഈ ആര് ഏത് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഓരോ പാർട്ടിക്കാരോട് ചോദിക്കണ്ട, എന്നോട് ചോദിക്കണ്ടല്ല. അതില് വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റൂ. ഞങ്ങള് എല്ലാ വീട്ടിലും പോയി അവര് എന്ത് നിലപാടെടുക്കുന്നു ഞങ്ങൾ നോക്കുന്നില്ല. കോൺഗ്രസിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയിട്ട്, പറ്റുമെങ്കിൽ KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യും. ഏത് വാദമായാലും മുമ്പൊക്കെ CPM-ന്റെ ആളുകൾ തന്റെ ഇടത്തോടെ പറയരുത് ഞങ്ങൾക്ക് വേണ്ട വർഗീയവാദിയുടെ. ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണല്ലോ പറയുന്നത്. ഒരു വർഗീയവാദിയുമായി വർഗീയ പ്രസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് യാതൊരു കൂട്ടുകെട്ടുമില്ല. അതിലെന്തെങ്കിലും സംശയം? ഞാനതാ പറഞ്ഞത്, വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുമായി പാർട്ടിക്കോ LDF-നോ യാതൊരു ഐക്യമുന്നണിയുമില്ല, കൂട്ടുകെട്ടുമില്ല. എന്നാൽ അതേസമയം അതാ പറയുന്നത്, അതേസമയം ഏത് പാർട്ടിയിലാവട്ടെ, ഏത് നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാവട്ടെ, അവരോടൊക്കെ ഞങ്ങൾ പോയിട്ട് വോട്ട് അഭ്യർത്ഥിക്കും. ഇതാണ് ഞങ്ങള് നിങ്ങളുടെ ചോദ്യത്തിന് yes or no എന്റെ കയ്യിലില്ല. നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഇന്നലെ അമ്മയെ തച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനെന്താ ഉത്തരം പറയാ? ഞാൻ പറയുന്നത് ഞാനെന്താ ഉത്തരം പറയാ? ഇല്ല എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാൻ തച്ചു എന്നതിന്റെ അർത്ഥം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ തച്ചു എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് yes or no ഞാൻ പറയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ വ്യക്തമായിട്ടൊരു ഉത്തരം ഒറ്റ ഒന്നാണ്. ഞങ്ങൾ ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ട് നാളിതുവരെ ഒരു വിധത്തിലും സമരസപ്പെട്ടിട്ടില്ല, സന്ധി ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്.